യുഎസിൽ താരിഫിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം നികുതിദായകരായ അമേരിക്കക്കാർക്ക് തിരികെ നൽകാൻ ആലോചന തുടങ്ങിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. തങ്ങൾക്ക് ധാരാളം പണം വരുന്നുണ്ടെന്നും അതിനാൽ ഒരു ചെറിയ റിബേറ്റിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. വരുമാനം കുറഞ്ഞ ആളുകൾക്ക് ഇത് വളരെ നല്ലതായിരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. നേരത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഡോഷിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഡോഷ് ഡിവിഡൻഡ് എന്ന പേരിൽ സമാന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപ്പായിരുന്നില്ല. കഴിഞ്ഞ മാസം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് താരിഫ് വരുമാനത്തിൽ നിന്ന് റിബേറ്റ് ചെക്ക് നൽകാൻ ആലോചിക്കുന്നതായി സൂചിപ്പിച്ചത്. റിപ്പബ്ലിക്കൻ സെനറ്റർ ജോഷ് ഹൗലി ഈ ആശയം ഏറ്റെടുത്ത് 2024 റിട്ടേൺസിൽ എല്ലാ അമേരിക്കക്കാർക്കും $600 നികുതി ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കൻ വർക്കർ റിബേറ്റ് ആക്ട് അവതരിപ്പിച്ചു. ഇതിലൂടെ താരിഫ് വരുമാനം ഉപയോഗിച്ച് ജനങ്ങൾക്ക് റിബേറ്റ് നൽകാനാകും. ഈ നിയമം പാസ്സായാൽ ഓരോ വ്യക്തിക്കും കുറഞ്ഞത് $600 ലഭിക്കും. 4 അംഗ കുടുംബത്തിന് $2400 വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കോവിഡ് കാലത്ത് ട്രംപും ജോ ബൈഡനും നൽകിയ സ്റ്റിമുലസ് പാക്കേജുകൾക്ക് സമാനമായ ഒന്നായിരിക്കും ഇതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കോവിഡ് സമയത്ത് നൽകിയ സ്റ്റിമുലസ് ചെക്കിന് സമാനമായിരിക്കും താരിഫ് റിബേറ്റ് എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇത് നടപ്പാക്കാൻ US കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണ്. അതേസമയം താരിഫുകളിൽ നിന്നുള്ള വരുമാനം പങ്കിടുന്നതിനെക്കുറിച്ചുള്ള പുതിയ ആശയം സ്വന്തം പാർട്ടിയിൽ തന്നെ വിമർശനങ്ങൾക്കിടയാക്കുന്നു. ഇതിനെ പല റിപ്പബ്ലിക്കൻ സെനറ്റർമാരും എതിർക്കുന്നു. താരിഫിൽ നിന്ന് ലഭിക്കുന്ന പണം ദേശീയ കടം വീട്ടാൻ ഉപയോഗിക്കണമെന്നാണ് പലരുടെയും അഭിപ്രായം. ട്രംപിനെ പിന്തുണയ്ക്കുന്നവരും റിബേറ്റ് നൽകുന്നതിനോട് യോജിക്കുന്നില്ല. ട്രംപിന്റെ ആശയം നടപ്പിലാകാൻ സാധ്യതയില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. താരിഫ് റിബേറ്റ് കോവിഡ് കാലത്തെ സ്റ്റിമുലസ് ചെക്കിന് സമാനമാണെങ്കിൽ ഫെഡറൽ ഗവൺമെന്റിന് ഏകദേശം $124 ബില്യൺ ചെലവ് വരുമെന്നും ഇത് ഈ വർഷത്തിലെ ആദ്യ 6 മാസങ്ങളിൽ താരിഫുകളിലൂടെ ലഭിക്കുന്ന പണത്തിന്റെ ഭൂരിഭാഗവുമാണെന്നും വിദഗ്ധർ പറയുന്നു. നേരത്തെ ഡെമോക്രാറ്റുകൾ വോട്ടർമാർക്ക് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതായി റിപ്പബ്ലിക്കൻസ് ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ റിപ്പബ്ലിക്കൻസ് തന്നെ പണം വാഗ്ദാനം ചെയ്യുന്നത് വിരോധാഭാസമാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ട്രംപിന്റെ ആശയം നേരത്തെ പ്രഖ്യാപിച്ചതും എന്നാൽ നടപ്പിലാകാത്തതുമായ ഡോജ് ഡിവിഡൻഡ് എന്ന പദ്ധതിക്ക് സമാനമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ തലവനായിരുന്ന ഇലോൺ മസ്കും ട്രംപും ചേർന്ന് മസ്ക് വാഗ്ദാനം ചെയ്ത $2 ട്രില്യൺ ലാഭത്തിൽ നിന്ന് 20% ഉപയോഗിച്ച് എല്ലാ അമേരിക്കക്കാർക്കും $5000 നികുതി ഇളവ് നൽകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വകുപ്പിന് $180 ബില്യൺ മാത്രമേ ലാഭിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് മസ്ക് വൈറ്റ് ഹൗസ് വിട്ട് ട്രംപുമായി തെറ്റിപ്പിരിഞ്ഞു. അതോടെ പദ്ധതിയും നടപ്പിലായില്ല. അതേസമയം 2017 ശേഷം ആദ്യമായി ജൂണിൽ $27 ബില്യൺ അധിക വരുമാനം ലഭിച്ചതായി ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നു. താരിഫുകളിൽ നിന്നുള്ള വരുമാനം പ്രതിവർഷം $300 ബില്യൺ വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.